ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 10-ാമത് വാക്യം. ആ വചനം നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ അവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കുന്നു, അവർ നീതികേട് വിട്ട് തിരിവാൻ കൽപ്പിക്കുന്നു എന്നുള്ള അനുഗ്രഹീത വചനമാണ്. സർവശക്തിയുള്ള ദൈവം തൻ്റെ സൃഷ്ടിയാകുന്ന മനുഷ്യനെക്കുറിച്ച് ആഴമായി ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവിക പ്രബോധനത്തിന് ചെവി തുറക്കുകയും അനീതി വിട്ട്, നീതികേട് വിട്ട്, തിന്മ വിട്ട്, പാപവഴികൾ വിട്ട് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുവാനായി, തിരികെ വരുവാനായിട്ടുള്ള ഒരാഴമായ പ്രബോധനമാണ് ഇവിടെ നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പ്രവാചകൻ ആർപ്പിക്കുന്ന വാക്കുകളുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതും ഇല്ല എന്ന് പറയുന്ന വാക്കുകളാണ്. ഇവിടെ ചേർന്നു നിൽക്കേണ്ടവർ അകന്നു മാറുന്നതിൻ്റെ നൊമ്പരവും, സൃഷ്ടിതാവിനെ വിട്ട്, പിതൃബന്ധത്തെ വിട്ട്, പാപത്തിൻ്റെയും അകൃത്യത്തിൻ്റെയും വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രവാചകൻ പറയുകയാണ്: നിങ്ങൾ പാപവഴികൾ തിരഞ്ഞെടുക്കുന്നത് നിർത്തിയിട്ട് നിങ്ങളുടെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ വാക്കുകളെ കേൾക്കുകയും ആ നിലകളിൽ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരികയും ചെയ്യുവാൻ ആവശ്യപ്പെടുകയാണ്. ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതിയായി വഷളായി നടക്കുന്ന മക്കളായി നിങ്ങൾ പോകുകയല്ല. നിങ്ങൾ ദൈവത്തിങ്കലേക്ക് മടങ്ങി വന്ന് ദൈവിക പ്രമാണങ്ങളെ അനുസരിച്ച്, കൽപ്പനകളെ അംഗീകരിച്ച് ആ നിലകളിൽ ജീവിപ്പാനായി നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് ധന്യവും അനുഗ്രഹവുമായി തീരുക തന്നെ ചെയ്യുമെന്ന് ആഴമായി ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ തന്നെയാണ്. ലോത്തിനെയും തൻ്റെ കുടുംബത്തെയും രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിച്ചെങ്കിലും ദൈവിക പ്രബോധനത്തെ പൂർണ്ണമായി കേട്ടനുസരിച്ച് അതിനനുസരിച്ച് തങ്ങളെ തന്നെ സമർപ്പിപ്പാനും ആ നിലകളിൽ മുൻപോട്ട് പോകുവാനും തയ്യാറാകാതിരുന്നത് നിമിത്തം ലോത്തിൻ്റെ ഭാര്യ ഭൂമിയിലെ സകല മനുഷ്യനും ഒരത്ഭുതമായി കാണത്തക്ക തലത്തിൽ ഉപ്പുതൂണായി നിൽക്കുന്നതായ കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഇവിടെ ദൈവത്തെ കേൾക്കേണ്ടതിനു പകരം ദൈവത്തെ തിരസ്കരിക്കുകയും തിന്മ വിട്ട് നീതിയുടെ പ്രമാണത്തിൽ നിൽക്കേണ്ടതിന് പകരം പാപങ്ങളുടെ വഴികളിലൂടെ യാത്ര ചെയ്യുകയും ചെയ്തത് നാശത്തിന് കാരണമായി തീർന്നു എന്ന് നമുക്ക് വായിപ്പാനും ഗ്രഹിപ്പാനും കഴിയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സൃഷ്ടിതാവും വീണ്ടെടുപ്പുകാരനുമായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവിക പ്രമാണങ്ങളെ കേൾക്കുന്നവരും പ്രബോധനങ്ങൾക്ക് ചെവി തുറക്കുന്നവരും നീതികേട് വിട്ട് ദൈവിക കൽപ്പനകളിൽ നിലനിൽക്കുന്നവരുമായി തീരണമെന്നുള്ള ആ വചനത്തെ അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ജീവിപ്പാനും ദൈവാനുഗ്രഹങ്ങൾ അനുഭവിപ്പാനുമായി നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. അതിനായി നമ്മെ ഏൽപ്പിക്കാം. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾക്ക് ചെവി തുറക്കുന്നവരും തിന്മ വിട്ട് നീതി വഴികളിലൂടെ യാത്ര ചെയ്യുന്നവരുമായി തീരുവാൻ ഞങ്ങളെ ഏവരെയും ദൈവം സഹായിക്കണമേ. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും അതിനായി ഒരുക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.